ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ജി ഓഫ് ഗുഡ് ന്യൂസിലെ ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇന്ന് നാം ചിന്തിക്കുവാനായിട്ട് പോകുന്ന ദൈവത്തിന്റെ വചനം സദൃശവാക്യങ്ങൾ 19 അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യമാണ്. തത്രപ്പെട്ട് കാൽ വയ്ക്കുന്നവന് പിഴച്ചു പോകുന്നു. ഈ വാക്യത്തിന്റെ ശരിയായ അർത്ഥമെന്ന് പറയുന്നത് സമയത്തിന് മുമ്പേ ഒരു അവകാശം കൈവശപ്പെടുത്തുന്ന വ്യക്തിക്ക് സംഭവിക്കുന്ന ഒരു പരാജയത്തെക്കുറിച്ചാണ് അവിടെ സൂചിപ്പിക്കുന്നത്. തത്രപ്പെട്ട് കാൽ വയ്ക്കുക, കാത്തിരിക്കാതെ സമയത്തിന് മുമ്പ് കാര്യങ്ങളെ ചെയ്യുന്നവന് അവൻ്റെ കാൽ പിഴച്ചു പോകുന്നു എന്ന് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. നമുക്ക് ഇന്ന് സോഷ്യൽ മീഡിയ വഴി അനേക വാർത്തകൾ നമ്മൾ ദൈനംദിനമെന്നോണം കണ്ടുകൊണ്ടിരിക്കുകയാണ്. മാതാപിതാക്കൾ മരിക്കുന്നതിന് മുമ്പ് അവരെ ഭീഷണിപ്പെടുത്തി അവരുടെ കയ്യൊപ്പ് വാങ്ങി സ്വത്ത് കൈവശപ്പെടുത്തിയെടുക്കുക, സമയത്തിന് മുമ്പ് തന്നെ പ്രമോഷൻ നേടിയെടുക്കുവാനുള്ള സൂത്രങ്ങൾ കാണിക്കുക, ഇങ്ങനെ എല്ലാറ്റിനും വെച്ചിരിക്കുന്ന സമയത്തിന് മുമ്പേ അവകാശങ്ങൾ സമ്പാദിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ അവസാനം ഒരിക്കലും അനുഗ്രഹിക്കപ്പെട്ടിരിക്കുകയില്ല എന്ന് തിരുവെഴുത്ത് പറയുകയാണ്. സദൃശവാക്യങ്ങളിൽ തന്നെ മറ്റൊരു ഭാഗത്ത് പറയുന്നുണ്ട്, ബന്ധപ്പെട്ട് ഒരു അവകാശം കൈവശമാക്കാം, എന്നാൽ അതിൻ്റെ അവസാനം അനുഗ്രഹിക്കപ്പെട്ടിരിക്കുകയില്ല. അപ്പോൾ തിരുവെഴുത്ത് നമ്മെ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു ഉദാഹരണം നമുക്ക് തിരുവെഴുത്തിൽ കാണുവാനായിട്ട് സാധിക്കും. എബ്രഹാമിൻ്റെ സഹോദരപുത്രനായ ലോത്ത് എബ്രഹാമിൻ്റെ കൂടെ ഇറങ്ങിത്തിരിച്ചു. അവരങ്ങനെ പോകുന്ന വഴിയിൽ എബ്രഹാം ഭയങ്കര ബഹുസമ്പന്നനായി തീർന്നു എന്ന് നമ്മൾ തിരുവെഴുത്തിൽ വായിക്കുന്നു. സഹോദരപുത്രനായ ലോത്തിനും സമ്പത്തുകളുണ്ടായി. എബ്രഹാമിൻ്റെ അത്രയും ഉണ്ടായിട്ടില്ലെങ്കിലും ലോത്തിനും സമ്പത്തുകൾ ഉണ്ടാവുകയുണ്ടായി. എന്നാൽ ദേശം ഇവരെ കൊണ്ട് നിറഞ്ഞു, ഇടയന്മാരെ കൊണ്ട് നിറഞ്ഞു, ആടുമാടുകളെ കൊണ്ട് നിറഞ്ഞു. അങ്ങനെ ഉള്ള സാഹചര്യം വന്നപ്പോൾ എബ്രഹാമിൻ്റെ ഇടയന്മാരും ലോത്തിൻ്റെ ഇടയന്മാരും തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് വഴക്കിടുവാനായിട്ട് തുടങ്ങി. അതിർത്തി പ്രശ്നങ്ങളും മറ്റുമെല്ലാം പറഞ്ഞുകൊണ്ട് അവരുടെ അതിലേക്ക് കയറി ചെന്നു, ഇവരുടെ അതിലേക്ക് കയറി ചെന്നു, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനായിട്ട് തുടങ്ങി. അങ്ങനെ ഈ വാർത്ത എബ്രഹാമിൻ്റെ ചെവിയിലെത്തിയപ്പോൾ എബ്രഹാം മുഖാന്തരമാണ് ലോത്ത് പുറപ്പെട്ടു വന്നത്. എബ്രഹാമിൻ്റെ കൂടെ നിന്നുകൊണ്ടാണ് ലോത്തിന് നന്മകൾ ഉണ്ടായത്. എന്നാൽ എബ്രഹാമിന് വേണമെങ്കിൽ ഒരു തീരുമാനം പറയാം, ഞാൻ കാരണമാണ് നിനക്കിപ്പോൾ ഇത്രയൊക്കെ നന്മ ലഭിച്ചിരിക്കുന്നത്, അതുകൊണ്ട് നീ ഇന്ന ദേശം കൈവശമാക്കി അങ്ങോട്ട് പോകാം എന്ന് എബ്രഹാം പറഞ്ഞില്ല. എബ്രഹാം പറഞ്ഞു, ദേശം നമ്മുടെ മുമ്പാകെ ഇരിക്കുന്നു, നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട്, നീ വലത്തോട്ടെങ്കിൽ ഞാൻ ഇടത്തോട്ട്, നമ്മൾ തമ്മിൽ സഹോദരന്മാരാണല്ലോ എന്ന് പറഞ്ഞു. അവിടെ എബ്രഹാമിന് തീരുമാനമെടുക്കുവാനുള്ള റൈറ്റ് ഉണ്ട്. എന്നിട്ട് പോലും എബ്രഹാം ഒരു തീരുമാനം എടുക്കാതെ ലോത്തിന് ആ തീരുമാനം വിട്ടുകൊടുത്തു. ലോത്ത് നോക്കിയപ്പോൾ യോർദാന് സമീപമുള്ള ഭാഗം നീരൊഴുക്കുള്ളതെന്ന് കണ്ട് ആ ഭാഗം ലോത്ത് തിരഞ്ഞെടുത്തു. അങ്ങനെ ലോത്ത് അങ്ങോട്ട് പോയി. അവിടെ കൂടാരം മാറ്റി മാറ്റി അടിച്ച അവസാനം സോദോം ഗൊമോറ പട്ടണത്തിൻ്റെ അടുത്തേക്ക് ചെന്നു. അത് വളരെ നാശകരമായ ഒരു സ്ഥലമായിരുന്നു. എന്നാൽ ഇവർ തമ്മിൽ പിരിഞ്ഞപ്പോൾ ദൈവം എബ്രഹാമിനോട് പറഞ്ഞു, തീരുമാനങ്ങൾ എടുക്കുന്നവരെയും ദൈവം ഉണ്ടായിരുന്നു. തീരുമാനങ്ങൾ ലോത്ത് എടുത്തു കഴിഞ്ഞപ്പോൾ ദൈവം എബ്രഹാമിനോട് പറഞ്ഞു, നീ കിഴക്കോട്ടും പടിഞ്ഞാട്ടും തെക്കും വടക്കും ഒക്കെ നോക്കുക, ഇതെല്ലാം ഞാൻ നിനക്ക് തരാൻ പോകുകയാണെന്ന് പറഞ്ഞു. ദൈവം തരുന്ന സമ്പത്തും അനുഗ്രഹങ്ങളും നാം തത്രപ്പെട്ട് വാങ്ങി നേടുന്ന അനുഗ്രഹങ്ങളും സമ്പത്തുകളും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അവിടെ നമുക്കറിയാം, അവിടെ ആ ലോത്തിൻ്റെ ആ സമ്പത്ത് മുഴുവൻ നശിച്ചു പോകുന്നത് നമുക്ക് കാണുവാൻ ഇടയായിത്തീർന്നു. അത് തീക്കിരയാകുന്നത് പോലെ കംപ്ലീറ്റ് നശിച്ചുപോയി. ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു വലിയ പാഠമുണ്ട്. നാം ഒന്നും ബന്ധപ്പെട്ട് തത്രപ്പെട്ട് കാൽ വെച്ച് അവകാശമാക്കേണ്ട കാര്യമില്ല. അത് നമുക്കൊരു കാര്യത്തിൻ്റെ ആരംഭമല്ലേ അറിയാവുള്ളൂ, അതിൻ്റെ അവസാനം എന്താണെന്ന് നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരുന്ന് എല്ലാം കൈവശപ്പെടുത്തുന്നത് അത് അനുഗ്രഹമായിരിക്കും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, നിനക്ക് വന്നു ചേരേണ്ട അനുഗ്രഹങ്ങൾ സമയത്തിന് മുമ്പേ തട്ടിപ്പറിച്ചെടുക്കുവാൻ നീ ശ്രമിക്കരുത്. അത് ഒരു പരാജയമായിരിക്കും. ലോത്തിൻ്റെ ആ പാഠം നമ്മളെ അത് പഠിപ്പിക്കുന്നുണ്ട്. നാം ദൈവത്തിൻ്റെ ഇഷ്ടത്തിനും ദൈവത്തിൻ്റെ സമയത്തിനും വേണ്ടി കാത്തിരിക്കുമ്പോൾ വലിയ നന്മകളും വലിയ അനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് വരും. ഇനി വചന കേൾവി അതിനൊരു മുഖാന്തരമായി തീരട്ടെ. നിങ്ങൾ ഏതെങ്കിലും ഒരു അവകാശം തട്ടിപ്പറിച്ചെടുക്കുവാൻ ശ്രമിക്കുന്ന ഒരാളാണ് ഈ വചനം കേൾക്കുന്നതെങ്കിൽ, ഒരു സഹോദരിയാണ്, ഒരു സഹോദരനാണ് അങ്ങനെ ഒരു വചനം കേൾക്കുന്നതെങ്കിൽ, ഇന്ന് മാനസാന്തരപ്പെടുക, അതിൽ നിന്ന് പിന്മാറുക, ദൈവത്തിൻ്റെ സമയത്തിനായിട്ട് കാത്തിരിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്വർഗീയ നല്ല പിതാവായ ദൈവമേ, ഞങ്ങളെ കൽപ്പിച്ച തിരുവെഴുത്തുകൾക്കായിട്ട് സ്തോത്രം. കർത്താവെ, നിൻ്റെ മക്കളൊക്കെ നീ അനുഗ്രഹിക്കണമേ. കർത്താവെ, സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഓരോരുത്തർക്കായിട്ടും പ്രാർത്ഥിക്കുന്നു. ധാരാളം കൃപ കാണിക്കണമേ.
കർത്താവ് ഈ ചാനലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ നാമത്തെ മഹത്വപ്പെടുത്തുന്നു. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. മഹത്വം എടുത്താട്ട് യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ.